നമസ്കാരം. റഷ്യൻ പട്ടാളത്തിൽ ജോലി ചെയ്തിരുന്ന ഏതാണ്ട് 12ഓളം ഇന്ത്യക്കാർ ഇതിനോടകം കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം തന്നെയാണ് ഡൽഹിയിൽ ഇക്കാര്യം അറിയിച്ചത്. നിലവിൽ 18ഓളം ഇന്ത്യക്കാർ ഇപ്പോഴും റഷ്യൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്നതായും ഇവരിൽ 16 പേരെക്കുറിച്ച് ഇനിയും യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല എന്നുമാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഇവരെ കാണാനില്ല എന്ന് തന്നെയാണ് റഷ്യയുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം ഇപ്പോൾ നമ്മെ അറിയിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ റഷ്യൻ പട്ടാളത്തിൽ സേവനമനുഷ്ഠിക്കുന്ന നിരവധി ഇന്ത്യക്കാർക്ക് വെടിയേറ്റതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. മലയാളിയായ ബിനിൽ ബാബു എന്നൊരാൾ മരിച്ചതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇന്ത്യ ഗവൺമെൻറ് റഷ്യയിലുള്ള ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടിയത്. അങ്ങനെ ലഭിച്ച വിവരങ്ങളാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇവരെല്ലാവരും അവിടുത്തെ സൈന്യത്തിലെ സ്ഥിരം ജീവനക്കാരാകാൻ വേണ്ടി പോയവരല്ല. താൽക്കാലികമായി മറ്റ് ജോലികൾക്കെന്ന് പറഞ്ഞ് റഷ്യയിൽ എത്തിച്ചതിന് ശേഷം ചില ഏജൻറ്റന്മാർ ഇവരെ സൈനിക സേവനത്തിന് അയക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ സൈനിക സേവനം നടത്തി യാതൊരു മുൻപരിചയമില്ലാതിരുന്ന ഇവരെയാണ് യുദ്ധമുന്നണിയിലേക്ക്, ഉക്രൈൻ്റെ പട്ടാളത്തിന് മുന്നിലേക്ക് റഷ്യൻ സൈന്യം അയച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ആരൊക്കെയാണ് റഷ്യയിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും വ്യക്തമായ പരാതികൾ ലഭിച്ചിട്ടില്ല. നേരത്തെ ഏതാണ്ട് 100-ലധികം പേരാണ് റഷ്യയിൽ ഇത്തരത്തിൽ ജോലിക്കെന്നും പറഞ്ഞ് കൊണ്ടുപോയതിന് ശേഷം കൂലിപ്പട്ടാളത്തിലും മറ്റും ചേർത്തതായി വിവരം ലഭിച്ചത്. പക്ഷേ ഇവരിൽ പലരെയും കുറിച്ച് ഇനിയും യാതൊരു വിവരങ്ങളും ലഭിച്ചിട്ടില്ല. റഷ്യ യുക്രൈൻ യുദ്ധം വർഷങ്ങളായി തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയിലെ തന്നെ അല്ലെങ്കിൽ യുക്രൈനിലെ തന്നെ സാധാരണക്കാരായ ജനങ്ങളെ നിർബന്ധിച്ച് പട്ടാള സേവനം നടത്താനുള്ള ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടേക്ക് എത്തിക്കുന്നത്. ഇതിൽ പ്രധാനമായും ചില ഏജൻറ്റുമാർ ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും അധികം ആളുകളെ റഷ്യൻ സൈന്യത്തിൽ ചേരുന്നതിനായി എത്തിച്ചത്. അവരാണ് ഇപ്പോൾ 12 പേർ ഇതിനോടകം കൊല്ലപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള വിവരം ഇന്ത്യ ഗവൺമെൻറ് പുറത്തുവിടുന്നത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചറിഞ്ഞ് കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം വളരെ പെട്ടെന്ന് അവസാനിക്കുമെന്നാണ് യുദ്ധം ആരംഭിച്ച വേളയിൽ എല്ലാവരും തന്നെ കരുതിയിരുന്നത്. അതീവ ശക്തരായ റഷ്യയ്ക്ക് മുന്നിൽ യുക്രൈൻ തകർന്ന് തരിപ്പണമാകുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പോലും യുക്രൈൻ ആയുധ സഹായവുമായി എത്തിക്കഴിഞ്ഞപ്പോൾ അതിശക്തമായ തോതിൽ യുക്രൈൻ തിരിച്ചടിക്കാനും ആരംഭിച്ചിട്ടുണ്ട്. റഷ്യയിലെ തന്നെ ചില മേഖലകൾ നേരത്തെ യുക്രൈൻ സൈന്യം പിടിച്ചെടുത്തിരുന്നു. മാത്രമല്ല, ബ്രിട്ടനും അമേരിക്കയും ധാരാളം സൈനിക സഹായം നൽകിയ പശ്ചാത്തലത്തിൽ റഷ്യ സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ അവരുടെ ആണവ നയം തിരുത്താൻ തീരുമാനമെടുത്തിരുന്നു. ഇതനുസരിച്ച് ആണവായുധം കയ്യിലില്ലാത്ത ഒരു രാജ്യത്തെ ആണവായുധം കൈവശമുള്ള ഒരു രാജ്യം അത് നൽകി സഹായിക്കുകയാണെങ്കിൽ ഇതിനെ സംയുക്ത ആക്രമണമായി കണക്കാക്കാമെന്നും ആ രാജ്യങ്ങളെ നമുക്ക് ആക്രമിക്കാം എന്നുമായിരുന്നു റഷ്യൻ സർക്കാർ കൊണ്ടുവന്ന പുതിയ ഭേദഗതി. ഇതൊക്കെ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ റഷ്യയ്ക്ക് നേരെ അതിശക്തമായ തോതിലുള്ള വിമർശനങ്ങൾ ഉയരുന്നതിന് ഇടയാക്കിയിരുന്നു. എന്താണെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് യുദ്ധത്തിൽ യാതൊരു പരിചയമില്ലാത്തവരെ യുദ്ധമുന്നിലേക്ക് ഇറക്കി വിടുന്ന ഈ ക്രൂരമായ നടപടി അവസാനിപ്പിക്കണമെന്ന് നേരത്തെയും പലരും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ റഷ്യൻ സർക്കാരാകട്ടെ ഇപ്പോഴും ഇക്കാര്യത്തെക്കുറിച്ച് കൃത്യമായ യാതൊരു തരത്തിലുള്ള വിശദീകരണങ്ങളും നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവർക്ക് എങ്ങനെയും യുക്രൈൻ്റെ മേൽ യുദ്ധവിജയം നേടിയേ തീരൂ. പക്ഷേ അതിന് സ്വന്തം രാജ്യത്തെ ആളെ പോലും കിട്ടാനില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആളുകളെ എത്തിക്കുന്നത്. നേരത്തെ ഒരു വാർത്ത പരന്നിരുന്നു. റഷ്യയിലെ ഉൾനാടൻ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ തന്നെ അവിടുത്തെ പുരുഷന്മാർ പലരും തങ്ങളെ നിർബന്ധിത സൈനിക സേവനത്തിന് ഉപയോഗിക്കുമെന്ന് ഭയന്ന് പുഴ നീന്തി കടന്നുപോലും മറ്റു സ്ഥലങ്ങളിലേക്ക് നാടുവിട്ട് പോയി കഴിഞ്ഞിരുന്നു എന്നാണ്. ഇത് സത്യമാകാൻ തന്നെയാണ് സാധ്യത. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്രയധികം ഇന്ത്യക്കാരോടെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഇവരുടെ നഷ്ടപരിഹാരമോ അല്ലെങ്കിൽ ഇവരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ തിരികെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതോ സംബന്ധിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം മോസ്കോയിലെ എംബസിയുമായി ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. ഇക്കാര്യത്തിൽ അടിയന്തരമായി തന്നെ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാരും പ്രതീക്ഷിക്കുന്നത്.